ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അതിന് അമ്മയുടെ മോനിങ്ങനെ ഒരു പഴം വിഴുങ്ങിയാണെന്ന് ഞാൻ വിചാരിച്ചോ? അവൻ പഴംപുഴുങ്ങി ആയതുകൊണ്ടല്ല, അഭിമാനി ആയതുകൊണ്ടാ. ഈശ്വര, ഇവളുടെ ഈ കുരുട്ടു ബുദ്ധിക്കകത്ത് ഞാനും വീണു പോയല്ലോ. അത് ശരി, ഇത് വിജയിച്ചിരുന്നെങ്കിൽ അമ്മയ്ക്ക് സന്തോഷായനെ. നടക്കാതെ വന്നപ്പോ ഞാൻ മാത്രം തെറ്റുകാരി. മോളെ, ചിപ്പി മോളെ, എഴുന്നേക്ക് മോളെ. നിനക്ക് ആഹാരം കഴിക്കണ്ടേ മോളെ? മോളെ, ഉറങ്ങിയ പിന്നെ നേരം വെളുത്തിട്ടേ ഉണരൂ. നീ പോയി ഭക്ഷണം കഴിക്ക്. കുറച്ചുനേരം മോളുടെ അടുത്ത് ഞാനിരുന്നോളാം. ശരി മാഡം. ചാന്ത് തൊട്ടില്ലേ, നീ ചന്ദനം തൊട്ടില്ലേ, കാറ്റ് ചെമ്പകച്ചാറ്റിൽ മഴ. എന്താടി രാവിലെ ഒരു പാട്ടും ചിരിയൊക്കെ? അതിനുള്ള കാര്യമുണ്ടല്ലോ. അമ്മ ഒരുപാട് നാളായിട്ട് കാത്തിരുന്നൊരു സംഭവം ഇന്നലെ ഇവിടെ നടന്നില്ലേ? അമ്മേ, സംശയിക്കണ്ട, അവരുടെ ഫസ്റ്റ് നൈറ്റ് ഇന്നലെ തന്നെ കഴിഞ്ഞു കാണും. ദേ, അഹങ്കാരം പറഞ്ഞാലുണ്ടല്ലോ. എന്റെ മോനെങ്ങനെ അന്തസ്സില്ലായ്മ കാണിക്കുന്ന ആളൊന്നും അല്ലെന്ന് ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞതാ. അമ്മയുടെ മോനല്ല, ഏതൊരാണായാലും ഇങ്ങനൊരു സന്ദർഭത്തിൽ അന്തസ്സും കെട്ടിപ്പിടിച്ചോണ്ടിരിക്കൂ? അതോ സ്വന്തം ജീവിതം നോക്കൂ? അവസരം കിട്ടിയാ വേലി ചാടുന്നവരാ എല്ലാ ആണുങ്ങളും. ഇതിപ്പോ ഗോകുന്റെ മനസ്സിൽ അവളോട് സ്നേഹം ഉണ്ട് താനും. അപ്പൊ പിന്നെ അത് സംഭവിച്ചിരിക്കും. എന്റെ ദേവി, അവരൊരുമിച്ചൊരു ജീവിതം ആരംഭിക്കണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. അല്ലാതെ കല്യാണത്തിന് മുൻപ് അവളെ അപമാനിക്കണമെന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഇതെങ്ങനെ അപമാനമാവൂ? സത്യം നമുക്കല്ലേ അറിയൂ. അവര് രണ്ടുപേരും ഗൗരിമോളുടെ അച്ഛനും അമ്മയായിട്ട് തന്നെയല്ലേ ജീവിക്കുന്നത്. സമൃദ്ധിയുടെ മനസ്സില് അവള് ഗോകുന്റെ ഭാര്യ തന്നെയാ ഗൗരിമോളുടെ അച്ഛൻ. അപ്പൊ പിന്നെ അവരൊന്നിച്ചാ അതെങ്ങനെ അപമാനം പറയും? ദേ, അവർ രണ്ടുപേരും എണീറ്റിട്ടില്ല, റൂം ലോക്ക് ചെയ്തിരിക്കാ. ഞാൻ ഇന്നലെ രാത്രി അമ്മയോട് പറഞ്ഞില്ലേ എന്റെ പ്ലാൻ വർക്കൗട്ട് ആവുമെന്ന്. അത് സക്സസ് ആയി. നിന്റെ ഒറ്റ എടുത്തിട്ട് കുരുട്ട ബുദ്ധിയാ ഇന്നലെ രാത്രി നടന്നതല്ല. ഇതിന്റെ പേരിൽ ഇവിടെ എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ, അതിന് നീ മാത്രമായിരിക്കും ഉത്തരവാദി. പിന്നെ ഇതൊന്നും നാട്ടിൽ നടക്കാത്ത കാര്യങ്ങളല്ലേ? ആണും പെണ്ണും ആകുമ്പോ ചിലപ്പോ ഇങ്ങനെയൊക്കെ തന്നെയാ ജീവിതം തുടങ്ങുന്നത്. അവള് രാവിലെ എണീക്കുമ്പോ താൻ എന്തെങ്കിലും ഉറങ്ങിയത് ഗോകുലിന്റെ മുറിയിലാണെന്ന് അറിയുമ്പോ എന്തെങ്കിലും ബഹളം ഉണ്ടാക്കിയാലോ? നീയാണ് അവൾക്ക് തലവേദനയ്ക്കെന്ന് പറഞ്ഞ് ഉറക്കഗുളിക കൊടുത്തത്. അത് മനസ്സിലാക്കാതിരിക്കാനും വേണ്ടി മണ്ടിയൊന്നുമല്ല അവള്. അത് ഓർമ്മ വേണം. ഇനി അങ്ങനെ അറിഞ്ഞെന്ന് തന്നെ ഇരിക്കട്ടെ, എന്ത് സംഭവിക്കും? ആദ്യം ചിലപ്പോ കുറച്ച് ബഹളം ഉണ്ടാക്കും, കരയും. അത് കഴിയുമ്പോ എന്ത് ചെയ്യും? എല്ലാ പെണ്ണുങ്ങളെയും പോലെ അവളുടെ ഉള്ളിലെ ദേഷ്യമൊക്കെ അങ്ങ് അടങ്ങും. പിന്നെ അനുസരണയോടെ അവൾ ഗോകുലിന്റെ ഭാര്യയായിട്ട് ജീവിക്കും. അതാ സംഭവിക്കാൻ പോകുന്നേ. അമ്മ നോക്കിക്കോ.
അമ്മേ ആ ചായ ഇങ്ങെടുക്ക്, ഞാൻ കൊണ്ടുകൊടുക്കാം. താ. വേണ്ട, നീ കൊണ്ടുപോണ്ട, ഞാൻ തന്നെ കൊണ്ടുപോയി കൊടുത്തോളാം. ആ അമ്മേ. സമൃദ്ധ ഇപ്പൊ നിന്നെ കാണാതിരിക്കുന്നത് നല്ലത്. ആ അതൊന്നും കുഴപ്പമില്ല, അമ്മ ഇങ്ങോട്ട് തന്നെ. ഇത് ഞാൻ തന്നെ കൊണ്ടുകൊടുക്കാം, ഇങ്ങ് തന്നെ. രണ്ടുപേർക്ക് നല്ല ക്ഷീണം ഉണ്ടാവും. എന്റെ ദേവി, ഇവിടെ ഇനി എന്തൊക്കെ ഉണ്ടാകാൻ പോന്നേ? സമൃദ്ധ, സമൃദ്ധ, സമൃദ്ധ. ഇപ്പൊ എന്തായി? അതിന് അമ്മയുടെ മോനിങ്ങനെ ഒരു പഴം വിഴുങ്ങിയാണെന്ന് ഞാൻ വിചാരിച്ചോ? അവൻ പഴംപുഴുങ്ങി ആയതുകൊണ്ടല്ല, അഭിമാനി ആയതുകൊണ്ടാ. ഈശ്വര, ഇവളുടെ ഈ കുരുട്ടുബുദ്ധിക്കകത്ത് ഞാനും വീണു പോയല്ലോ. അത് ശരി, ഇത് വിജയിച്ചിരുന്നെങ്കിൽ അമ്മയ്ക്ക് സന്തോഷായനെ. നടക്കാതെ വന്നപ്പോ ഞാൻ മാത്രം തെറ്റുകാരി. എന്നാ പിടിക്ക്.